ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആരാധനക്രമത്തിലേക്ക്, പുതിയൊരു ആരാധനക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഈ ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ആഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ, ഇന്ന് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, മനോഹരമായ കല്ലുകളാലും കാഴ്ചവസ്തുക്കളാലും അലങ്കൃതമായിരിക്കുന്ന ഒരു ദേവാലയത്തെക്കുറിച്ചുള്ള സംഭാഷണമാണ് നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നത്. യേശു പറയുന്നു, നിങ്ങളെ കാണുന്നതെല്ലാം കല്ലിന്മേൽ കല്ലുകൾ ശേഷിക്കാത്തവണ്ണം തകർക്കപ്പെടും. യേശു താനാകുന്ന ദേവാലയത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ തകർക്കുക, എന്നാൽ 3-ാം ദിവസം അത് പുനരുദ്ധരിക്കപ്പെടും എന്ന്. എന്നാൽ ഇവിടെ ഈശോ നമ്മൾ ജീവിക്കുന്ന ഈ ഭൗമിക ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന നമുക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉളവാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ദർശിക്കാനിരിക്കുന്നതിനെ കുറിച്ച് ഈശോ സൂചന നൽകുന്നുണ്ട്. രാജ്യത്തിനെതിരായിട്ടും അങ്ങനെ ദേശവാസികൾ തമ്മിലും പല തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഭൂകമ്പങ്ങളും മഹാമാരികളും പകർച്ചവ്യാധികളും ഒക്കെ കടന്നു വരാനിരിക്കുന്നതിനെ കുറിച്ച്. എന്തിനാണ് ഇതെല്ലാം ദൈവം അനുവദിക്കുന്നത്? ഇത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും എൻ്റെ നാമത്തിൽ പ്രത്യക്ഷപ്പെടും, നിങ്ങൾ അവരുടെ പിറകെ പോകരുത്. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. വചനത്തെ വളച്ചൊടിച്ച്, അല്ലെ വചനത്തിൻ്റെ വ്യാഖ്യാനം തങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന ഒത്തിരി വിഷ്വൽസ് ആയിട്ടുള്ള, അതായത് ദാർശനികരായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഒത്തിരി ആളുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് ജനം അവരുടെയൊക്കെ പിറകെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പുരോഹിതന്മാരെ ചീത്ത പറഞ്ഞും അവഹേളിച്ചും സമർപ്പിതർക്കെതിരായി മറുവാക്കുകൾ പറഞ്ഞുകൊണ്ടൊക്കെ ജനം വ്യാപരിക്കുകയാണ്. മറുവശത്ത് ഈ മെസ്സേജസ് കൊടുക്കുന്ന, സന്ദേശങ്ങൾ കൊടുക്കുന്ന ആളുകളുടെ ഖ്യാതി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് ഈശോ പറയുന്നു. എന്നാൽ വചനം സത്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദര വൈദികൻ പങ്കുവച്ചതാണ്. നമുക്ക് കാനോനിക നമസ്കാരങ്ങൾ സഭ നൽകിയിട്ടുണ്ട്. അതൊന്നും മുടക്കാതെ, അത് പ്രായമായ വൈദികരല്ല, ഇന്നിൻ്റെ കാലഘട്ടത്തിലെ യുവ സന്യാസി വൈദികൻ പറഞ്ഞതാണത്. ഇന്ന് നമുക്ക് നൽകപ്പെട്ട കാനോനിക നമസ്കാരങ്ങൾ അത് നമ്മൾ ഒഴിവാക്കാതെ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും അതേപോലെ വൈകുന്നേരവും രാത്രി ജപവും ഒന്നും മുടക്കാതെ മുച്ചില്ല. കാരണം ബൈബിൾ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപക്ഷെ ആർക്കും സമയം കിട്ടിയെന്ന് വന്നില്ല. എന്നാൽ ആ മധ്യാഹ്നത്തിലെ ആ പ്രാർത്ഥന അത് വായിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വചനം വായിച്ചു എന്നുള്ള ഒരു ധന്യത, വായിക്കേണ്ടെന്നല്ല, പക്ഷെ അത് സ്ഥിരപ്പെടുത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു ധന്യതയാണ്. അങ്ങനെ ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ പരിഭ്രാന്തരാകരുതെന്ന് ഈശോ പറയുന്നുണ്ട്. പരിഭ്രാന്തിക്കല്ല, മറിച്ച് നമ്മൾ ആത്മാവിൻ്റെ ആ സുരക്ഷിതത്വം സ്വായത്തമാക്കിയിരിക്കുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും മരണം ഏത് നിമിഷവും നമ്മെ കടന്നു വന്ന് പിടിമുറുക്കിയേക്കാം. പക്ഷേ നമ്മൾ അസ്വസ്ഥചിത്തരാകാതെ വചനബന്ധിതമായ ഒരു ജീവിതാവസ്ഥയിൽ നമുക്ക് പിന്തുടരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ആമേൻ.